നമ്മുടെ സ്വന്തം വെബ്സൈറ്റ് എങ്ങനെ ഹോസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ വെബ്സൈറ്റ്. HTML ടെംപ്ലേറ്റ് ആണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് ലിങ്ക് ഇതുപോലെ വരും. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഡൗൺലോഡ് ഫോൾഡറിൽ ന്യൂ ഫോൾഡറിൻ്റെ അകത്തുള്ള ടെംപ്ലേറ്റ് ആണ് ഇത്. ഓക്കെ, സോ ഇതായത് കണ്ടല്ലോ, ഇതാണ് ലിങ്ക്, ഇതാണ് ടെംപ്ലേറ്റ് ഉള്ളത്. സോ ഇത് പബ്ലിക് ആയിട്ട് എല്ലാവർക്കും ആക്സസ് ചെയ്യണമെങ്കിൽ എങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്യാം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ നേരെ നിങ്ങൾ ഗിറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിന് മുകളിൽ ന്യൂ റെപ്പോസിറ്ററി എന്നുണ്ടായിരിക്കും, അത് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു പേര് കൊടുക്കുക. ഞാനിപ്പോൾ ടെംപ്ലേറ്റ് ഹോസ്റ്റ് ടെസ്റ്റ് എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ ക്രിയേറ്റ് റെപ്പോസിറ്ററി ചെയ്യാം. ഓക്കെ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ പേജ് ലോഡായി വരും. ഇതിൽ അപ്ലോഡ് ആൻ എക്സിസ്റ്റിംഗ് ഫയൽ എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഈ ഒരു ടെംപ്ലേറ്റ് ഇവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്ലോഡ് ചെയ്യട്ടെ. അപ്ലോഡ് ആയി കഴിഞ്ഞിട്ട് അവിടെ കമ്മിറ്റ് ചേഞ്ചസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പ്രോസസ്സായി വരും. ഓക്കെ, പ്രോസസ്സായി വന്നിട്ടുണ്ട്. ദെൻ ഒന്ന് റിഫ്രഷ് ചെയ്യുക പേജ്. റിഫ്രഷ് ചെയ്തിട്ട് നമുക്കിത് ക്ലോസ് ചെയ്യാം. റിഫ്രഷ് ചെയ്യുക. ദെൻ സെറ്റിങ്സിലോട്ട് പോവുക. താഴെ നിങ്ങൾക്ക് ഇവിടെ പേജസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതവിടെ ഡിപ്ലോയ് ഫ്രം ബ്രാഞ്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതാണോ എന്ന് ചെക്ക് ചെയ്യുക. ഡിപ്ലോയ് ഫ്രം ബ്രാഞ്ച് ആണ്. നൺ മാറ്റിയിട്ട് ഇതവിടെ മെയിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ റൂട്ട് ആണോ എന്ന് ചെക്ക് ചെയ്യുക. റൂട്ടാണ്. ദെൻ സേവ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് ഒന്ന് റിഫ്രഷ് ചെയ്യുക. ഈ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്യുക. കണ്ടോ, റിഫ്രഷ് ചെയ്യുക. ഇതുപോലെ കിട്ടും നിങ്ങൾക്ക്. വിസിറ്റ് സൈറ്റ് എന്നൊരു ഓപ്ഷൻ കണ്ടോ, ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഓപ്ഷൻ വരും. കാരണം ഇങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ നേരെ ഡയറക്ടറി ബാക്കിലോട്ട് പോവുക. ഓക്കെ, സോ ഇവിടെ ഈ ഒരു പേര് കണ്ടോ, പോർട്ട്ഫോളിയോ ടെംപ്ലേറ്റ് എന്നൊരു ഓപ്ഷൻ. നിങ്ങളുടെ പേരാണെങ്കിൽ ഇത് എടുത്തിട്ട് നേരെ ഇവിടെ ഈ ഒരു പേര് നമ്മൾ മാറ്റി കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ അതിന് വേണ്ടി ഇവിടെ സൈഡിൽ എഡിറ്റ് ദിസ് ഫയൽ എന്ന ഓപ്ഷൻ ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇത് മാറ്റിയിട്ട് നമുക്ക് index.html എന്ന് പേരാക്കി ഞാൻ. ഓക്കെ, എന്നിട്ട് കമ്മിറ്റ് ചേഞ്ചസ് ചെയ്യുക. കമ്മിറ്റ് ചേഞ്ചസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിതെവിടെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് റെപ്പോയിൽ പോകുമ്പോൾ ഇവിടെ കണ്ടോ ഒരു മഞ്ഞ കളർ ഇവിടെ പെൻഡിങ് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. ആ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്താൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ലോഡ് ആവുന്നത് ഇവിടെ കാണിച്ചു തരും. ഓക്കെ, കണ്ടോ, ഇപ്പം നമ്മൾ കൊടുത്തത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഓക്കെ, കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഗ്രീൻ കളർ ആവുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കണ്ടോ, ഒരു സെറ്റ് ഗ്രീൻ കളർ. അടുത്തത് റിപ്പോർട്ട് ബിൽഡ് സ്റ്റാറ്റസ്, അത് ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഗ്രീൻ കളർ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. കണ്ടോ, ഗ്രീൻ കളറായി. ദെൻ അടുത്ത ഡിപ്ലോയ് ചെയ്യാൻ പോകുന്നതാണ്. കണ്ടോ, വെയിറ്റ് ചെയ്യുക. അത് ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതും ഗ്രീൻ കളർ ആയിട്ടുണ്ട്. കണ്ടോ, സോ ഇവിടെ പോയി നോക്കിയാൽ കണ്ടോ റീനെയിം കണ്ടോ ഇവിടെ സക്സസ് ആയി. കണ്ടോ, സക്സസ് ആയി. നേരെ ഈ പേജിലോട്ട് പോവുക. റിഫ്രഷ് ചെയ്താൽ നിങ്ങൾക്ക് ആ പേജ് കാണാൻ പറ്റും. കണ്ടോ, ഇനി ഈ ഒരു ലിങ്ക് നിങ്ങൾ ആർക്ക് അയച്ചു കൊടുത്താലും അവർക്ക് ഈ പേജ് കാണാൻ പറ്റും. ഓക്കെ, സോ ഞാൻ ഇവിടെ കോപ്പി ചെയ്ത് ലിങ്ക് കയറിയാൽ കണ്ടോ കാണാൻ പറ്റും. ഇത് നിങ്ങളുടെ റെസ്യൂമിലൊക്കെ കൊടുക്കാൻ പറ്റും ഈ പേജ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ഫ്രീ ആയിട്ട് ഗിറ്റ് ഹബിൽ ഹോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ സബ്സ്ക്രൈബ് ചെയ്ത് ഡെയിലി കിട്ടുന്നതായിരിക്കും. സീ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.